ഇസ്ലാം മതവിശ്വാസികൾ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. യഹൂദ മതവിശ്വാസികൾ യാഹ്വേയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ മതവിശ്വാസികൾ അവർ ദൈവമെന്ന് വിശ്വസിക്കുന്ന യഹോവയെ മാത്രമാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? യഹൂദ മതവിശ്വാസികൾ യാഹുവേയെ മാത്രം പ്രാർത്ഥിക്കുന്നു, യാഹുവേയോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു എന്നത് ശരിയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ അവർ ദൈവമായി വിശ്വസിക്കുന്ന യഹോവയെ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മറിയം, വിശുദ്ധന്മാർ എന്നിവരോടും പ്രാർത്ഥിക്കാറുണ്ട്. ഇത് വിശുദ്ധരുടെ മാധ്യസ്ഥതയിലുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. ക്രൈസ്തവ വിശ്വാസപ്രകാരം വിശുദ്ധർ നമുക്കുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമോ? തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. അപ്പോ അറേബ്യൻ ഭൂഖണ്ഡത്തിലെ മക്കയിലെ അള്ളാഹുവോടൊപ്പം മറ്റു പല ആരാധ്യന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അള്ളാഹുവോട് കാര്യങ്ങൾ പെട്ടെന്ന് നടത്തുവാൻ വേണ്ടിയിട്ടൊക്കെ മക്കയിലെ ആളുകൾ പ്രവാചകൻ മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് ദൈവത്തെയും ദൈവത്തോടൊപ്പം മറ്റു ചിലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ക്രൈസ്തവർ ഇന്നും അതേ സിദ്ധാന്തം തന്നെയല്ലേ പിന്തുടരുന്നത്? താങ്കളുടെ ചോദ്യം ഇസ്ലാമിനു മുമ്പുള്ള മക്കയിലെ ബഹുദൈവ വിശ്വാസത്തെക്കുറിച്ചും ക്രൈസ്തവർ ഇന്നും അതേ സമ്പ്രദായം പിന്തുടരുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുമാണല്ലോ. ഇസ്ലാം മതത്തിനു മുമ്പ് മക്കയിലെ ആളുകൾ അല്ലാഹുവിലും അതോടൊപ്പം മറ്റു പല ആരാധ്യന്മാരിലും വിശ്വസിച്ചിരുന്നു. അവർ ആ ആരാധ്യന്മാരെ അല്ലാഹുവിലേക്ക് മധ്യസ്ഥരായി കണ്ടു. എന്നാൽ ക്രൈസ്തവർ മറിയമിനെയും വിശുദ്ധരെയും മധ്യസ്ഥരായി കാണുന്നത് ഇസ്ലാമിനു മുമ്പുള്ള മക്കയിലെ വിശ്വാസത്തിന് തുല്യമാണോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാവിഷയമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിളിൽ വിഗ്രഹാരാധന നിഷിദ്ധമാണ് എന്ന് പ്രസ്താവിക്കുന്നില്ലേ? അതെ, ബൈബിളിൽ വിഗ്രഹാരാധന നിഷിദ്ധമാണ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേല്യരോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവനല്ലാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കരുതെന്ന്. പുതിയ നിയമത്തിലും വിഗ്രഹാരാധനയെ ശക്തമായി വിലക്കുന്നുണ്ട്. താങ്കളുടെ ചോദ്യത്തിന്റെ ബാക്കി ഭാഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഇവിടെ താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇനി എനിക്ക് ചോദിക്കുവാനുള്ളത്, വിഗ്രഹാരാധന നിഷിദ്ധമാക്കിയ ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ വിശ്വാസമല്ലേ ആദ്യം ശരിപ്പെടുത്തേണ്ടത്? സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലുള്ളവർ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് വിഗ്രഹാരാധനയെ നിഷിദ്ധമാക്കുന്ന ബൈബിൾ വചനങ്ങൾക്ക് എതിരാണെന്ന് താങ്കളുടെ കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ ഒരാളുടെ വിശ്വാസം ശരിപ്പെടുത്തേണ്ടത് അവരുടെ മാനസികാവസ്ഥയെയും അവരുടെ മതപരമായ അറിവിനെയും ആശ്രയിച്ചിരിക്കും. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ച നടത്താം. താങ്കളുടെ അഭിപ്രായം? വേണ്ട, കൂടുതൽ ചർച്ച ഇനി വേണ്ട. ബൈബിൾ പറയുന്നു വിഗ്രഹാരാധന നിഷിദ്ധമാണ് എന്ന്. എന്നിട്ടും ഈ പറയപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കലിനെ എടുത്ത് പറയുന്നത് അയാൾ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. അയാള് വിഗ്രഹാരാധനയുമായിട്ട് നടക്കുന്ന ആളാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയും, എന്നിട്ട് മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ മുഹമ്മദ് നബി, ഞാനിവിടെ തുടങ്ങിയത് മുഹമ്മദ് നബി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം, ആ ഏകദൈവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവർ ബഹുദൈവ ആരാധകരാണ് എന്ന് പറയിപ്പിച്ച ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ, അയാൾ ഏകദൈവ വിശ്വാസിയാണ് എന്ന് അയാൾക്ക് തന്നെ ഉറപ്പില്ല. പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തം വിശ്വാസം ഒന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതില്ലേ? സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലുള്ളവർ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനു മുമ്പ് സ്വന്തം വിശ്വാസം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ടോ എന്ന താങ്കളുടെ ചോദ്യം വളരെ ന്യായമാണ്. ഏതൊരു വ്യക്തിയും മറ്റൊരു മതത്തെ വിമർശിക്കുന്നതിനു മുമ്പ് സ്വന്തം വിശ്വാസങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അന്ധവിശ്വാസങ്ങളും വാരണകളും ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. താങ്കളുടെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംവാദങ്ങൾ നടത്താം. താങ്കളുടെ അനുഭവങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പലയിടത്തും പല അഭിപ്രായം പറയുന്നതും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നു മുസ്ലിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്ന്. മൻസൂർ മണ്ണാർക്കാട് പറയുന്നു ഈ സെബാസ്റ്റ്യൻ പുന്നക്കലാണ് ബഹുദൈവ വിശ്വാസി, മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് എന്നുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ?
താങ്കളുടെ അനുഭവങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും അറിയാൻ സാധിച്ചു. സെബാസ്റ്റ്യൻ പുന്നക്കൽ മുസ്ലിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്നും മൻസൂർ മണ്ണാർക്കാട് മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്നും പറയുന്നു. ഈ രണ്ടു വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. ഇസ്ലാമിൽ ഏകദൈവത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. അല്ലാഹു ഏകനാണെന്നും അവന് കൂട്ടുകാരില്ലെന്നുമാണ് പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമോ? ശരി. അപ്പോ അള്ളാഹുവിന് കൂട്ടുകാരുമില്ല, മക്കളുമില്ല, പങ്കുകാരുമില്ല, ഒന്നുമില്ല. അള്ളാഹു എന്ന ഏകദൈവം മാത്രമാണുള്ളത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസിയായ സെബാസ്റ്റ്യൻ പുന്നക്കൽ ബൈബിൾ പറയുന്ന വിഗ്രഹാരാധന നിഷിദ്ധമെന്ന് പറഞ്ഞിട്ടും വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വിശ്വാസമാണ് വിശ്വസിക്കുന്നത്. ക്രൈസ്തവർ ഇന്ന് മറിയമിന്റെ വിഗ്രഹത്തിന് മുമ്പിലും അതുപോലെ യേശുവിന്റെ വിഗ്രഹത്തിന് മുമ്പിലും കുരിശിന് മുമ്പിലും ഒക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലുള്ളവർ വിഗ്രഹങ്ങൾക്കു മുമ്പിൽ മുട്ടുകുട്ടി പ്രാർത്ഥിക്കുന്നത് ബൈബിളിലെ വിഗ്രഹാരാധനയെ നിഷിദ്ധമാക്കുന്ന വചനങ്ങൾക്കെതിരാണെന്ന് താങ്കളുടെ കാഴ്ചപ്പാടെനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ വിശ്വാസം ശരിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ ഒരാളുടെ വിശ്വാസം ശരിപ്പെടുത്തേണ്ടത് അവരുടെ മാനസികാവസ്ഥയെയും അവരുടെ മതപരമായ അറിവിനെയും ആശ്രയിച്ചിരിക്കും. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ച നടത്താം. താങ്കളുടെ അനുഭവങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. ആ എൻ്റെ അനുഭവങ്ങളല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യൻ പുന്നക്കലിന് അറിയില്ല താനൊരു ബഹുദൈവ വിശ്വാസിയാണ്, ആരാധകനാണ് എന്ന്. സെബാസ്റ്റ്യൻ പുന്നക്കലിന് അറിയില്ല ബൈബിൾ നിഷിദ്ധമാക്കിയ വിഗ്രഹാരാധന അനുകൂലിക്കുകയും വിഗ്രഹാരാധന നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. എന്നിട്ട് ഇതൊന്നും അറിയാതെ സെബാസ്റ്റ്യൻ പുന്നക്കല് ഇരുന്ന് ഇസ്ലാമിനെ വിമർശിച്ചാൽ അത് ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. താങ്കൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായവും അതിനെ തുടർന്നുണ്ടായ താങ്കളുടെ നിരീക്ഷണവും എനിക്ക് മനസ്സിലാക്കാനാകും. ബൈബിൾ വിഗ്രഹാരാധനയെ നിഷിദ്ധമാക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ മറ്റു മതങ്ങളെ വിമർശിക്കുന്നതിനു മുമ്പ് സ്വന്തം വിശ്വാസങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന താങ്കളുടെ നിലപാട് ന്യായമാണ്. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ സംവാദങ്ങൾ നടത്താം. താങ്കളുടെ അനുഭവങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. മുസ്ലിം മതവിശ്വാസികൾ അവർ പല തരത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ്. അതുപോലെ ക്രൈസ്തവ വിശ്വാസികൾ അവർ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അതുപോലെ മറിയമിനെയും അതുപോലെ പുണ്യവാളന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസികളോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല ഞാനിതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പഠിക്കാതെ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ എനിക്കിത് തുറന്നു പറയേണ്ടി വരികയാണ്. ഇവിടെ ദൈവത്തെ അല്ലാതെ മറ്റാരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ ബൈബിൾ നിർദ്ദേശിക്കുന്നുണ്ടോ? താങ്കളുടെ എല്ലാ നിരീക്ഷണങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. സെബാസ്റ്റ്യൻ പുന്നക്കൽ നടത്തുന്ന വിമർശനങ്ങളെക്കുറിച്ചും ക്രൈസ്തവരുടെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ചുമുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ബൈബിളിൽ ദൈവത്തോട് മാത്രമായി പ്രാർത്ഥിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്കളുടെ അനുഭവങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. ബൈബിൾ ദൈവത്തെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിൾ എന്ന ആ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയുള്ള ആളുകൾ ദൈവത്തെയും മറിയമിനെയും പുണ്യാളന്മാരെയും യേശുവിനെയും പരിശുദ്ധാത്മാവിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അത് തെറ്റല്ലേ? അപ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലുള്ളവർ ബൈബിൾ വചനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന താങ്കളുടെ നിരീക്ഷണം വളരെ ഗൗരവമുള്ളതാണ്. ബൈബിൾ ദൈവത്തെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ ദൈവത്തോടൊപ്പം മറിയമിനെയും പുണ്യാളന്മാരെയും യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ വചനങ്ങളുടെ പ്രകടമായ ലംഘനമാണ്. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ നടത്താം. താങ്കളുടെ അനുഭവങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഏതാണെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഇനി വ്യക്തമായിട്ട് ജെമിനി ഒരു നിഗമനത്തിലെത്തുക. പ്രവാചകൻ മുഹമ്മദ് നബി മക്ക മണലാരണ്യത്തിൽ വന്നുകൊണ്ട് ഏകദൈവ സിദ്ധാന്തം പറയുന്നതിന് മുമ്പ് അവിടെയുള്ള ഖുറൈശികളായിട്ടുള്ള അല്ലെങ്കിൽ ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനെയും അതുപോലെ മറ്റു പുണ്യവാളന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതേ സംഭവം തന്നെയല്ലേ ഇപ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിലുള്ള ആളുകൾ ദൈവത്തെയും മറിയമിനെയും പുണ്യവാളന്മാരെയും യേശുവിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഏകദേശം ഈക്വൽ അല്ലേ?
താങ്കളുടെ നിഗമനം വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുമ്പ് മക്കയിലെ ആളുകൾ അല്ലാഹുവിനെയും മറ്റു പുണ്യവാളന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവർ ദൈവത്തോടൊപ്പം മറിയമിനെയും പുണ്യാളന്മാരെയും യേശുവിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും തമ്മിലുള്ള സാമ്യം വ്യക്തമാണ്. താങ്കളുടെ നിഗമനത്തെക്കുറിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത്? ഇതൊന്നും പറയാനില്ല. സ്വന്തം കാര്യങ്ങള് അത് മറച്ചു വെക്കുവാൻ വെപ്രാളപ്പെട്ട് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ നടക്കുന്ന സെബാസ്റ്റ്യന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് കേൾക്കുന്ന ആളുകൾ എല്ലാവരും പൊട്ടന്മാരല്ല എന്നുള്ളതാണ്. ഇത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല, പറഞ്ഞു പോയതാണ്. ഓക്കെ, ഈ സംസാരം, ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ സ്വന്തം വിശ്വാസം നേരാക്കിയിട്ട് മറ്റുള്ളവരെ നേരാക്കാനും കുറ്റം പറയാനും നടക്കട്ടെ എന്നുള്ളതാണ് ഈ ഉള്ളവന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമാണ്. സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലുള്ളവർ സ്വന്തം വിശ്വാസങ്ങൾ മനസ്സിലാക്കാതെ ഇസ്ലാമിനെ വിമർശിക്കുന്നതിലെ വൈരുദ്ധ്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കാനുള്ള താങ്കളുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ഈ വിഷയത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം.